ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു കാർ സീറ്റ് നിങ്ങൾക്ക് കാറിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇതിന്റെ കുറച്ച് കംപ്ലൈന്റുകൾ എങ്ങനെ പരിഹരിക്കാനുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. അപ്പോൾ ഏതൊരാൾക്കും കാർ സ്റ്റീരിയോ നമ്മുടെ വയറിംഗ് കണക്ഷൻ ഒക്കെ വെച്ച് എവിടുന്ന് കണക്ഷൻ എടുക്കാം, അതേപോലെ തന്നെ ഇതിന്റെ ഫ്യൂസ് പോയാൽ എങ്ങനെയൊക്കെ പോകും, നമ്മൾ പ്ലസും മൈനസും മാറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഇപ്പോൾ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത് കണക്ഷൻ കൊടുക്കാണ്ട് നമ്മളിത് ഓൾറെഡി ആൾട്ടോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇതിൽ കപ്ലറും ഇതും വരുന്നുണ്ട്. അപ്പോൾ ഈ കപ്ലർ ഞാൻ ഊരിയിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് കപ്ലർ. അപ്പോൾ ഇത് നമ്മൾ ഏത് കണക്ഷനും ഇപ്പോൾ സ്പീക്കറും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉൾവശത്ത് ഈ ഒരു ഇതാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് ഊരിയെടുക്കുക. അപ്പോൾ നമ്മൾ കാറിന് പെട്ടെന്ന് സ്റ്റീരിയോ ഒക്കെ എടുത്ത് ഒഴിവാക്കണമെങ്കിൽ ഇത് മൊത്തം സെറ്റായിരിക്കും കൂടി ഊരിയെടുക്കുക. പിന്നെ ഈ ജോയിന്റുകളൊന്നും അയക്കണ്ട. അപ്പോൾ ഇതിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് മെയിൻ പോസിറ്റീവാണ്, യെല്ലോ. ഇത് ഡയറക്റ്റ് ബാറ്ററി സപ്ലൈ ആണ് വരുന്നത്. അപ്പോൾ ബാറ്ററിന്ന് ഡയറക്റ്റ് നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ തന്നെ ഇത് കമ്പനിയായി വരുന്ന സമയത്ത് ആ ഫ്യൂസ് ഒക്കെ വഴി വരുന്നത്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇത് ഇല്ലാത്ത ഇതുപോലെ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കണക്ടറാണ് നമുക്ക് വാങ്ങാൻ. അപ്പോൾ ഈ ഒരു കാർ സ്റ്റീരിയോന്റെ ബാക്കിലെ കണക്ഷൻ നമുക്ക് എടുക്കണം. ഇവിടെ ഒരു ഫ്യൂസും ഉണ്ടാവും, ഈ കണക്ടറും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണക്ടർ ഈ യെല്ലോ വയറാണ് നമുക്ക് നേരെ അപ്പോൾ ബാറ്ററിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ബാറ്ററി കൊടുക്കേണ്ടത് എങ്ങനെയൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പിന്നെ ഇതും ഈ ഒരു 3 വയറാണ് നമുക്ക് ഉണ്ടാവുക. ഇതുപോലെ തന്നെ ഈ ഒരു യെല്ലോ വയർ ഇങ്ങനെയും കിട്ടും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ 3 ഉണ്ടെങ്കിൽ ഒരു യെല്ലോ വയർ ഉണ്ടെങ്കിൽ റെഡ് വയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മെമ്മറി ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റീരിയോ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ മെമ്മറി, അതായത് ബാസ് ട്രിബിൾ ഒക്കെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അഡ്ജസ്റ്റ്മെന്റ് അപ്പോൾ ഇതിന്റെ മെയിൻ പാനലാണ് വരുന്നത്. അപ്പോൾ പാനൽ നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഊരി കാണിച്ചത്. അപ്പോൾ ഇത് ഓൾറെഡി കേസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് ഊരണമെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഊരിയെടുക്കും. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ ഒരു പ്രോബ്ലം വരാം. ഈ കാർഷിയോ വർക്ക് ചെയ്യാതൊക്കെ ഉണ്ട്. ഇവിടെ വരുന്ന ഇവിടെ കാണുന്നത് കണക്ടേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ക്ലാവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിച്ച് വർക്ക് ചെയ്യാതെ ആവുന്ന സമയത്ത് ഇത് ഒന്ന് ക്ലീൻ ചെയ്താൽ അതിൻ്റെ ഉൾവശത്തും കാണാം. ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ ഇതുപോലെ നന്നാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിന്റെ കപ്ലർ ഇൻകോഡാണ്. ഇവിടെ ചെറിയൊരു ഫ്യൂസും ഉണ്ടാവും, അതേപോലെ തന്നെ ഈ കണക്ടറും ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ കപ്ലറിലേക്ക് കൊടുക്കി കഴിഞ്ഞാൽ ഓക്കെ, അത് കണക്ഷൻ ഓൾറെഡി റെഡി. അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി കണക്ഷൻ കമ്പനി വരുന്ന സെറ്റർക്ക് വരുന്ന കണക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു കപ്ലറിന് നമുക്ക് സെറ്റ് കംപ്ലൈൻ്റ് ആയി വേറൊരു സെറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഒന്നും നോക്കാമല്ലോ. ഇതിൽ ഇങ്ങനത്തെ ഒരു കപ്ലർ ആകുമ്പോൾ ഇതിൽ ഒരേ കോഡാണ് ഉണ്ടാവുക. ഈ യെല്ലോ വയർ നമുക്ക് ഇതിൽ ഈ ഒരു യെല്ലോയിൽ ജോയിൻ ചെയ്തിട്ട് ടാപ്പ് അടിക്കാം. അതേപോലെ ഇവിടെ കാണുന്ന റെഡ് വയർ ഉണ്ടാവും. ഈ റെഡ് വയർ ഇവിടെ ജോയിന്റ് അടിക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ ബ്ലാക്ക് വരുന്നത് ഈ ബ്ലാക്കിൽ ജോയിന്റ് അടിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വരുന്നത് നമുക്ക് സ്പീക്കറാണ്. അപ്പോൾ ഇതിലേക്ക് പോകുന്ന സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ ഇവിടെ കാണുന്ന ഒരു സ്പീക്കർ ഉണ്ടാവും. ഇവിടെ ഡാഷ്ബോർഡിന്റെ മുകളിൽ തന്നെ, അതേപോലെ ഇവിടെ ഡാഷ്ബോർഡിന്റെ മുകളിൽ സ്പീക്കർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കണക്ഷനും പാടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്രണ്ടിലേക്കുള്ള സ്പീക്കറിന്റെ കണക്ഷനാണ് ഇത്. വൈറ്റ്, ഈ 2 വൈറ്റ് ഒരു ചാനലാണ്. ഈ 2 വൈറ്റ് ഒരു ചാനലും ഈ 2 ഒരു തവിട്ട് കളർ ഒരു വെണ്ണീർ കളർ ഒരു ഈ കളർ വേറെ ഒരു ചാനലാണ്. അപ്പോൾ ഈ 2 സ്പീക്കറായി. പിന്നെ വരുന്നത് ഇവിടെ കാണാം ഈ ഗ്രീനും അതേപോലെ തന്നെ വയലറ്റും. ഈ 2 വയലറ്റ് നമ്മൾ വേറെ വയറിൻ്റെ അഡീഷൻ എടുത്തിട്ടുണ്ട്. ബാക്ക് വശത്തേക്ക് നമ്മൾ വേറെ സ്പീക്കർ വയറാണ് എടുത്തിട്ടുള്ളത്. ഈ 2 വയർ അതേപോലെ 2 സെറ്റ് വെച്ച് 2 സെറ്റ് ജോയിന്റ് അടിച്ചാൽ ബാക്ക് വശത്തേക്ക് എടുക്കാം. അപ്പോൾ ഇനി നമ്മൾ വേറൊരു സെറ്റ്, ഇപ്പോൾ ഇതുപോലെ ഈ ഒരു കാണിച്ച സെറ്റ് അതേപോലെ ഏത് സെറ്റ് ആയിക്കോട്ടെ, ഇപ്പം എല്ലാ സെറ്റിനും അപ്പോൾ ഈ സെറ്റിന്റെ ഈ കണക്ഷൻ വ്യത്യാസം, ഈ കണക്ടർ വ്യത്യാസം. ഇത് ആദ്യം ഉണ്ടായിരുന്ന ചെറിയ കണക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കണക്ടറിൽ പോലെ മഞ്ഞ അതേപോലെ ഓൾറെഡി അതേപോലെ തന്നെ ഇപ്പോൾ 2 കണക്ടർ നമ്മൾ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് 2 സെയിം കണക്ടറാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണക്ടർ എടുക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു യെല്ലോയിലേക്കും ഇതിലേക്കും കൊടുക്കുക. അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ മാത്രമാണ് നമുക്ക് വേറെ കണക്ഷൻ എടുക്കേണ്ടതെന്നാൽ അവിടെ ഈ USB കുത്താനൊക്കെ വേണ്ടിയിട്ട് ഈ ഓക്സിജന്റെ നമ്മുടെ ലൈറ്റർ ഉണ്ടാവും, ചാർജറൊക്കെ കുത്തുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് ചാവി ഓൺ ആക്കുന്ന സമയത്ത് മാത്രമേ ഇത് ഓൺ ആവുള്ളൂ. അപ്പോൾ ഇതിന്റെ ബാക്ക് വശത്തൂടെ കാണാം. അപ്പോൾ ഇതിന്റെ ഈ സെന്റർ കിട്ടി വരുന്ന
ഇതിന്റെ സെന്റർ ഭാഗത്ത് വരുന്ന പ്ലസ് ആണ്, സ്വിച്ചിങ് പ്ലസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കണക്ഷനാണ് ബാക്ക് ഊരിയതാണ്, ഇത് പ്ലസ് ആണ്. അപ്പോൾ ഇതിന്റെ മുകളിൽ നിന്ന് ഒരു പോസിറ്റീവ് സപ്ലൈ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചിങ്ങിൽ ഇതിൽ നമുക്ക് കിട്ടും. അതേ സമയത്ത് ഇതിന്റെ സൈഡ് ഭാഗത്ത് ബോഡിയുമേ കൊടുക്കുന്നത് നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് നോക്കണ്ട, നിങ്ങൾക്ക് നെഗറ്റീവ് ഈ നെഗറ്റീവ് ആണെങ്കിൽ അവിടെ നിന്ന് എടുക്കണമെന്നില്ല. ആ ഒരു പ്ലസ് മാത്രം നമുക്ക് ഈ ഒരു പ്ലസ് കൊടുക്കുക റെഡിൽ. അതായത് വണ്ടി ഓഫ് ആക്കണമെങ്കിൽ മെമ്മറി വയർ ഉണ്ടെങ്കിൽ മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇത് വണ്ടി ഓഫ് ആവണമെങ്കിൽ ഇതിൽ നിന്ന് കൊടുക്കുക, 3 വയറുള്ളതിന് കൊടുക്കുക. അപ്പോൾ അത് ആ പറഞ്ഞ സെന്ററിലേക്ക് കൊടുക്കുക ഈ ഒരു ലൈറ്റിന്റെ. ബാക്കി വരുന്നതാകും അല്ലെങ്കിൽ വാഹനത്തിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും നമുക്ക് ചാവി ഓഫ് ആയി കഴിഞ്ഞാൽ പ്ലസ് വരുന്നുണ്ട്, ആ പ്ലസ് നമുക്ക് ഒന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടായ കണക്ഷനിലേക്ക് നമ്മൾ കണക്ടർ മാറ്റി കൊടുത്തു. അപ്പോൾ നേരത്തെ പറഞ്ഞ യെല്ലോയിലേക്ക് നമ്മൾ നല്ലോണം ടാപ്പ് ഇട്ടിട്ട് തൽക്കാലം കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മോട്ടറിന് അടിച്ചിട്ട് ബോഡി ആയതുകൊണ്ട് അപ്പോൾ യെല്ലോയ്ക്ക് റെഡിൻ്റെ റെഡും കണക്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ആ കണക്ടറിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് സപ്ലൈ കൊടുത്തത് തന്നെ സ്വിച്ചിങ് ആയിട്ടുള്ള റെഡും അതേപോലെ തന്നെ ബോഡി അതായത് ബ്ലാക്കും നമ്മൾ കണക്ഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ചാവി ഒന്ന് ഓണാക്കി മതി. ചാവി ഓണാക്കി കഴിഞ്ഞാൽ അത് ഓണാവും. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് മെമ്മറി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ ബോക്സിലാക്കി വെച്ചു. ഇനി നമ്മൾ ചാവി ഓഫ് ആക്കണം. ഇനി ഉണ്ടാവുന്ന ഓണാക്കാണ്. അപ്പോൾ ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഫ് തുറക്കണം. അപ്പോൾ ആ മെമ്മറി യെല്ലോ വയർ ഉണ്ടെങ്കിൽ ഇതുപോലെ വരില്ല. ഫസ്റ്റ് വന്ന ടൈം മാത്രമേ കാണിക്കും. പിന്നെ നമുക്ക് ബാസ് ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ സാധാരണ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കണക്ഷൻ കമ്പനി ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ വരുന്നത് യെല്ലോ, അതേപോലെ റെഡ് നമുക്ക് സ്വിച്ചിങ്. അതായത് ചിലരൊക്കെ ഇതുപോലൊരു സെറ്റിന് വേണ്ടിയിട്ട് വേറെ സ്വിച്ച് ഇതിപ്പോൾ വണ്ടി ചാവി ഓണാക്കി ഓണായോണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു ചോപ്പ് വയറിന്റെ ഈ ഒരു സപ്ലൈ നമ്മൾ ഇതിന് എടുത്തത് ഈ ചാർജറിന്റെ ഇതിനെടുത്ത പ്ലസ് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സ്വിച്ചിലേക്ക് കൊടുത്തിട്ട് ആ സ്വിച്ചിന്റെ ഔട്ടിൽ നിന്ന് ഇതിന്റെ റെഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ചാവി ഓൺ ആക്കിയാലും സെറ്റ് ഓഫ് ആകണമെങ്കിൽ ഇതുപോലെ സ്വിച്ച് ഓഫ് ആക്കിയാൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു പ്ലസ് ബാറ്ററിയുടെ പ്ലസ് ഡയറക്റ്റ് വരുന്നത് ഈ മഞ്ഞയിൽ കൊടുക്കണം. അതായത് ഈ മഞ്ഞയിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഒരു ഫ്യൂസ് വാങ്ങാൻ ചെറിയ ഫ്യൂസും കേരും പറ കിട്ടുക. ആ കേരും പ്ലസ് എടുത്തിട്ട് നേരെ അവിടെ കൊണ്ടുപോവുക. ഒന്നെങ്കിൽ നെഗറ്റീവ് ഈ കാണുന്ന ഈ യെല്ലോന്റെ മോളാണ് നമ്മൾ ഫ്യൂസ് എടുത്ത് പ്ലസ് നിന്ന് ഡയറക്റ്റ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഈ റെഡ് ഓൾറെഡി നമ്മൾ ലൈറ്ററിന്റെ അതായത് നമ്മൾ ലൈറ്ററിന്റെ അല്ലെങ്കിൽ ചാർജറിന് വേണ്ടി അതിന്റെ പ്ലസ്സിൽ ഈ റെഡ് കണക്ട് ചെയ്യും. അപ്പോൾ ഈ ബ്ലാക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഇവിടുന്ന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ആ ലൈറ്ററിന്റെ അവിടെ നിന്ന് എടുക്കുക. അല്ലെങ്കിൽ നല്ല പവർ വേണമെങ്കിൽ ഈ ബാറ്ററിന്റെ ഒന്ന് നെഗറ്റീവ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബോഡിയിൽ നിന്ന് ആയാലും മതി. അപ്പോൾ അത്രയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സെറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഇനി ഇതിന്റെ ഈ സെറ്റ് നമ്മൾ അയച്ചിട്ട് ബോഡി ഈ ഒരു ബോഡിന്റെ ഒക്കെ എങ്ങനെയാ സപ്ലൈ വരുന്നത് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ്. അതപ്പോൾ ഈ യെല്ലോയ്ക്ക് പകരം അഥവാ എർത്ത് ഇപ്പം കറുപ്പ് കൊടുത്ത് യെല്ലോയ്ക്കാണ് മെയിൻ പ്രശ്നം വരിക. മറ്റൊരു സ്വിച്ചിങ് ചെറിയ ആംബിയറേ വരുള്ളൂ, അത് മാറിയാൽ പ്രശ്നമില്ല. നമ്മുടെ ഈ യെല്ലോയും ബ്ലാക്കും മാറി കഴിയുമ്പോഴുള്ള എന്തൊക്കെ പ്രശ്നം വരും വീഡിയോ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് വെച്ചിട്ട് അപ്പൊ ഈ രണ്ട് സെറ്റിന്റെയും പാനലൊക്കെ ഊരി അവരുടെ ഉൾവശത്തുള്ള ഇത് ബോർഡ് സെപ്പറേറ്റ് ആക്കി എടുത്താണ്. അപ്പൊ ഇത് ഇങ്ങനെ ഉണ്ടാവും. ബോർഡ് ഫ്രണ്ടിലെ പാനൽ നമ്മൾ ഊരിയെടുക്കണം. അപ്പൊ ഊരുന്ന നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിൽ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെയും കപ്പാസിറ്റർ വരുന്നുണ്ട്, ഇതുപോലെ ഒരു ഇൻഡക്ടർ വരുന്നുണ്ട്. ഇൻഡക്ടൻസ് അതായത് DC നല്ല ഫിൽട്ടർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല ഹമ്മിങ് ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു സെറ്റിൽ ഇത് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കാണാം കപ്പാസിറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഒരു ഡയോഡ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും വരുന്നുണ്ട് ഡയോഡ്. ഈ ഡയോഡ് എന്തിനാ കൊടുക്കുന്നത് വെച്ചാൽ അപ്പൊ ഈ ഡയോഡ് ഇങ്ങനെ വെച്ചുള്ള ഈ റെക്ടിഫയർ കൊടുത്തിട്ടുള്ള ഇതിൽ മാത്രമേ ഇങ്ങനെ സേഫ്റ്റി ഉള്ളൂ. അപ്പൊ എല്ലാത്തിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത് JVCന്റെ ആണ്, ഇത് അതുപോലെ സോണീന്റെ ആണ്. അപ്പൊ നമ്മൾ കണക്ഷൻ പറഞ്ഞാൽ മെയിൻ കണക്ഷൻ പ്രശ്നം വരുന്നത് ഈ വയറിലെ യെല്ലോ വയറാണ്. അപ്പൊ അത് ഈ യെല്ലോ വയർ നമ്മൾ ബാറ്ററിയിൽ ഡയറക്റ്റ് വരുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി ഓഫ് ചെയ്താലും ഫുൾ ടൈം ഇതിൽ സപ്ലൈ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ഒരു യെല്ലോ വയറിന്റെ കണക്ഷൻ വരുന്നത് യെല്ലോ വയർ വന്ന് ഈ ഫ്യൂസ് ഉണ്ട് പുറകെ കാണുന്ന ഈ 10 ആംബിയർ ഫ്യൂസ്. അപ്പൊ ഇതിൽ വരുന്നത് 15 ആംബിയറിന്റെ ആണ്. അത്യാവശ്യം വലുതാണ്. അപ്പൊ ഈ 10 ആംബിയർ ഫ്യൂസറിൽ സീരീസ് ആയിട്ട് കയറിയിട്ട് പിന്നെ ഈ ഒരു ഇൻഡക്ടറിൽ കയറിയിട്ടാണ് പിന്നെ വരുന്നത്. ഇൻഡക്ടറിൽ കയറി ഇവിടുന്ന് ഇങ്ങനെയാണ് സർക്യൂട്ട് ഈ ബോർഡിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ബോർഡിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഈ കപ്പാസിറ്റർ ഇവിടെ കാണാം. കപ്പാസിറ്റർ പ്ലസ് വടി നെഗറ്റീവ് അപ്പുറത്താണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിന്റെ നെഗറ്റീവ്. ഈ ഭാഗം നെഗറ്റീവും ഇവിടെ നെഗറ്റീവും ഇതിന്റെ അപ്പുറം വന്ന് പോസിറ്റീവ് ആണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഡയോഡിന്റെ
വെള്ള ലൈന് കാണാൻ കൂടെ ഈ വെള്ള ലൈൻ പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് നെഗറ്റീവിനെ കടത്തി വിടുള്ളൂ, ഇവിടുന്ന് ഇങ്ങോട്ട് പോസിറ്റീവിനെ കടത്തുള്ളൂ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന്. അപ്പോൾ ഈ ഒരു വെള്ള വര കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കറക്റ്റ് പോസിറ്റീവ് വരുന്ന വിധത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഈ മഞ്ഞേന്ന് വരുന്ന സപ്ലൈ ഈ ഒരു ഫ്യൂസ് കയറി ഇൻഡക്ടറിൽ കയറി വരുന്ന സമയത്ത് ഈ യെല്ലോ വയർ ഇവിടേക്കാണ് എത്തുക, കറങ്ങി ഇവിടേക്ക് എത്തും. അപ്പോൾ യെല്ലോ വയർ പോസിറ്റീവ് ഇവിടെ ആകുമ്പോൾ ഇവിടേക്കൊന്നും കണക്ഷൻ വരില്ല. അപ്പോൾ കറക്റ്റ് ഇവിടെ ഫ്യൂസ് ഒന്നും ആവില്ല, ഇവിടെ കണക്ഷൻ കൂടി കയറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് സപ്ലൈ വരും, അപ്പോൾ ഇവിടെ തന്നെ നിൽക്കും. അതേ സമയത്ത് നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ മാറ്റി കൊടുത്ത്, അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഇവിടേക്ക് കണക്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ഷൻ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ യെല്ലോയ്ക്ക് നമ്മൾ പെട്ടെന്ന് മാറിപ്പോയി. യെല്ലോയ്ക്ക് നമ്മൾ ബാറ്ററിയുടെ, അപ്പോൾ ബാറ്ററിയിൽ നിന്നാണ് ചിലർ കൊടുക്കല്. ഇപ്പോൾ ബാറ്ററിയിൽ നിന്ന് കൊടുക്കുന്നത് നെഗറ്റീവും കൊടുക്കും പോസിറ്റീവും കൊടുക്കും. അപ്പോൾ ഈ പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാൽ ഇതെടുത്തിട്ട് നെഗറ്റീവിലും കൊടുക്കും, ഇതെടുത്ത് പോസിറ്റീവിലും കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഒരു ഫ്യൂസ് ബേണായി പോയി ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത് ഒരു പ്രാവശ്യം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് സെറ്റ് അടിച്ചു പോയിരിക്കും, പക്ഷേ ഈ സെറ്റ് അടിച്ചു പോയിക്കില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഫ്യൂസ് പോകും. അപ്പോൾ ഞാനിത് ഷോർട്സ് വീഡിയോ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫ്യൂസായി പോകും. അപ്പോൾ ഇത് ഫ്യൂസായി പോയി പിന്നെ നിങ്ങൾ കണക്ഷൻ മാറ്റി പ്ലസ് മൈനസ് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു ഫ്യൂസ് മാറ്റി കഴിഞ്ഞാൽ മാത്രമേ സെറ്റ് വർക്ക് ചെയ്യുള്ളൂ, പ്ലസ് മൈനസ് മാറ്റിയിട്ട്. അതങ്ങനെ ഈ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് വെച്ചാൽ ഇവിടെ ഷോർട്ടായി പോകും. അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ ആ സമയത്ത് നമ്മൾ ചേഞ്ച് ആകുന്ന സമയത്ത് ഇവിടെ പ്ലസ്സാണ് വരിക. നമ്മളിപ്പോൾ ഈ മഞ്ഞയിൽ നെഗറ്റീവ് കൊടുക്കും, ഇവിടെ പ്ലസ് വരും, ഇവിടെ നെഗറ്റീവ് വരും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് പ്ലസിനെ അങ്ങോട്ട് കണ്ടക്ട് ചെയ്യും, ഇതുകൊണ്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ ഷോർട്ടാവുന്ന സമയത്ത് ഈ സീരീസായി കിടക്കുന്ന ഫ്യൂസാണ് പോകുക. അപ്പോൾ ഈ ബോർഡിലേക്ക് എത്തുന്നതിന് മുമ്പേ ഈ ഫ്യൂസ് പോകും. പിന്നെ അങ്ങനെ മാറി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡയോഡ് ഒരിക്കലും ഓപ്പൺ ആവില്ല, ഇത് കംപ്ലൈൻ്റ് ഒക്കെ ഷോർട്ട് ആവുള്ളൂ. അപ്പോൾ ഇപ്പോൾ പിന്നെ നിങ്ങൾ നെഗറ്റീവും പോസിറ്റീവും മാറ്റി കൊടുത്തു കഴിഞ്ഞാലും ഈ ഫ്യൂസ് ഇങ്ങനെ പോയോണ്ടിരിക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഡയോഡ് മാറ്റിയിട്ടാൽ മാത്രമേ ഈ ഒരു സെറ്റ് പറ്റൂ. അപ്പോൾ ഇത് ഈസി ആയിട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു കംപ്ലൈൻ്റ് ഒക്കെ ഒന്ന് ചില സെറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഇത് മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് റിക്കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം.